ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 43-44 തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, വിശുദ്ധ യൂഫ്രാസ്യാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അങ്ങയുടെ തിരുമുമ്പിലേക്ക് വിശുദ്ധ വളർന്നു വന്ന കർമ്മലീത്ത സന്യാസിനി സമൂഹത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ആ സഹോദരിമാർക്ക് നൽകിയവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഉത്തരോത്തരം വളർച്ച പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ശുശ്രൂഷയിലാണ് വലിയവനാകാൻ സാധിക്കുക എന്നുള്ള സത്യം ഞങ്ങൾ വിസ്മരിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി